24 സൂപ്പർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ആദ്യം ഡോക്ടേഴ്സ് തമ്മിലുള്ള തർക്കത്തിൽ തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിൽ ശസ്ത്രക്രിയ മുടങ്ങി. അനസ്തീഷ്യ വിഭാഗം ഡോക്ടേഴ്സും സർജറി ഡോക്ടറും തമ്മിലുള്ള തർക്കമാണ് കാരണം. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കയറ്റിയ രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് ട്യൂസ്ഡേ ഡേറ്റ് വന്നിട്ട് എല്ലാ പ്രിപ്പറേഷനുമായി ഓപ്പറേഷൻ ടേബിളിൽ കിടക്കവേ കഴുത്തിൽ മാർക്കിംഗ് വരെ ചെയ്തു. സർജറി ചെയ്യാനുള്ള മാർക്കിംഗ് വരെ ചെയ്തതിനു ശേഷം വന്ന് പറയുവാണ് ഇന്ന് സർജറി നടക്കില്ല. അനസ്തീഷ്യൻ ടെക്നീഷ്യൻ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാരണം. ഞാൻ ഈ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കവേ അവിടെ ഡോക്ടേഴ്സ് തമ്മിൽ സംസാരമായിരുന്നു. അവർ വഴക്കിട്ടാണ് പോയത്. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, ഇത് സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. അവിടെയാണ് ഇങ്ങനെ ഡോക്ടേഴ്സ് തമ്മിലുള്ള തർക്കം. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ രോഗിയെ അവിടെ നിന്ന് ഇറക്കി മറ്റൊരു ആശുപത്രിയിലേക്ക് ആ രോഗിക്ക് പോകേണ്ടുന്ന സാഹചര്യം ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? RMO സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന്. അനുജ, ഇന്ന് 2 മേജർ സർജറിയും ഒപ്പം 3 മൈനർ സർജറി, അങ്ങനെ 5 സർജറികളാണ് ഈ പേരൂർക്കട ESI ആശുപത്രിയിൽ നടക്കേണ്ടിയിരുന്നത്. ആദ്യം രാധിക എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. എല്ലാ സജ്ജീകരണങ്ങളും ഏകദേശം 11ഓളം ഈ സർജറിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരടക്കമുള്ളവർ തയ്യാറെടുക്കുന്നു. എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാകുന്നു. അതിനുശേഷം അനസ്തേഷ്യ ഡോക്ടറും അതുപോലെ തന്നെ അതായത് ബിനിൽ, പ്രിയ എന്ന് പറയുന്ന 2 അനസ്തേഷ്യ ഡോക്ടർമാരും ഗണേഷ് എന്ന് പറയുന്ന സർജറി ഡോക്ടറും തമ്മിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് അനസ്തേഷ്യൻ അസിസ്റ്റന്റ്, ഗ്രേഡ് തസ്തികയിലുള്ള ഒരു അനസ്തേഷ്യൻ അസിസ്റ്റന്റ് ഇന്ന് ലീവാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഒരു അനസ്തേഷ്യൻ അസിസ്റ്റന്റിനെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ ഡോക്ടർമാർ നടത്തി. അത് ഈ സർജൻ ഡോക്ടറായിട്ടുള്ള ഗണേഷ് തടഞ്ഞു എന്നുള്ളതാണ്. അത് നിയമപരമായി അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഡോക്ടർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് ഈ തർക്കം ഉടലെടുക്കുന്നത്. ഈ ഡോക്ടർമാർ തമ്മിൽ നേരത്തെ തന്നെ ഈഗോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ രോഗിയായിട്ടുള്ള രാധിക എന്ന് പറയുന്ന സ്ത്രീയുടെ കഴുത്തിൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്ക് വരെ ഇട്ട് ഡ്രസ്സെല്ലാം മാറി രാവിലെ എരുമ ചെയ്തു. അതുപോലെ തന്നെ ഇന്നലെ രാത്രി മുതൽ ഭക്ഷണം കൊടുക്കാതെ അങ്ങനെ സർജറിക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി. അതിനുശേഷം ഈ രോഗിയെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രണ്ടാമത് നിലമേ സ്വദേശിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവർക്കും ഇതേ സമാന സാഹചര്യം, അതായത് രണ്ടാമതായി ഓപ്പറേഷൻ ചെയ്യേണ്ട അവരെയാണ്. അവർക്ക് അകത്തേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ രാധിക എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇപ്പോൾ റെഫർ ചെയ്തിരിക്കുകയാണ്. അവർക്ക് അവിടേക്ക് പോവുകയും ചെയ്തു. മറ്റു രോഗികൾ ഇപ്പോഴും ആശുപത്രിക്കുള്ളിലാണ്. അവരോട് എന്ന് സർജറി നടക്കുമെന്നോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണവും അവർക്ക് നൽകിയിട്ടില്ല. മാസങ്ങളോളം കയറി ഇറങ്ങിയാണ് ഈ ESI ആശുപത്രിയിൽ ഒരു ഡേറ്റ് സർജറിക്ക് വേണ്ടി വാങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പല തവണ സർജറിക്ക് വേണ്ടി അവരെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഒടുവിൽ ഇന്ന് അവസാനമായി ഒരു ഡേറ്റ് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുകയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും തൊഴിൽ വകുപ്പിന് കീഴിലാണ് ഈ ആശുപത്രി. നേരത്തെ തന്നെ ഇവിടുത്തെ വിവിധ വിഷയങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ലാപ്രോസ്കോപ്പി മെഷീൻ 40,000 രൂപയാണ് അത് തകരാറ് പരിഹരിക്കാൻ. പക്ഷേ ഈ കീഹോൾ സർജറി മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം മാസങ്ങളായി രോഗികൾ വലയുന്ന ഒരു അവസ്ഥയാണ് ഈ ആശുപത്രിയിലുള്ളത്. ഇതടക്കം റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അധികൃതർ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല. ഇതിനിടെയാണ് ഡോക്ടർമാർ ഓപ്പറേഷൻ തിയേറ്ററിൽ തമ്മിൽ തല്ലിയതിനെ തുടർന്ന് ഇപ്പോൾ രോഗികൾക്ക് സർജറി മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം, മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് വിടേണ്ടുന്ന ഒരു സാഹചര്യം. നമ്മൾ എന്തായാലും അധികൃതരുമായി സംസാരിച്ചു. അവരത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൽ ഇടപെടുമെന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ രോഗികൾ ഇപ്പോൾ നിലവിൽ ഈ ആശുപത്രിയിൽ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്ത സ്ത്രീകളടക്കമുള്ള രോഗികൾ എന്തു ചെയ്യണമെന്നുള്ളതാണ്. അവരോട് ഒരു രീതിയിലും ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. രാവിലെ ഡോക്ടർമാരെത്തി, ഉച്ചയ്ക്കോടുകൂടി ഡോക്ടർമാർ ഇവിടെ നിന്ന് പോകും. അങ്ങനെ ഒരു സംവിധാനമാണ് ഈ ആശുപത്രിയിലുള്ളത്. പക്ഷേ ഒരു രീതിയിലുള്ള ഒരു തീരുമാനം പറയുവാൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രോഗികൾ ഇപ്പോഴും ഈ ആശുപത്രിക്കുള്ളിൽ തന്നെയാണ്. അവരെ അഡ്മിറ്റ് ചെയ്ത് ആഴ്ചകളോളമായി, ഒരു രോഗി 2 ആഴ്ചയായി സർജറിക്ക് വേണ്ടി ഇവിടെ അഡ്മിറ്റ് ആയിട്ട് എന്നുള്ളതാണ്. അവരിനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ദുഃഖമാണ് അവർ നമ്മളോട് പങ്കുവെച്ചത്. അനുജ, ഇതിപ്പോൾ ഈ ടെക്നീഷ്യൻ ഇല്ല എന്നുള്ളത് അത് എത്ര നാളായുള്ള ഒരു പ്രശ്നമാണ്? അത് കുറെ നാളായി അങ്ങനെ തുടരുകയാണോ? അങ്ങനെയെങ്കിൽ അത് എന്തുകൊണ്ട് പ്രശ്ന പരിഹാരമാകുന്നില്ല എന്ന ചോദ്യമുണ്ടല്ലോ റിനു. അനുജ, നമ്മൾ ആർമോയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ലീവാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അത് കുറച്ച് ദിവസമായോ അല്ലെങ്കിൽ ഇന്നൊരു ദിവസത്തേക്കോ ആയിരിക്കാം. അത് കൃത്യമായി തന്നെ ആർമോയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ ലീവാണ്. പക്ഷേ അങ്ങനെ ഒരാൾ ലീവെങ്കിൽ ഈ അനസ്തേഷ്യ ഡോക്ടർമാർക്ക്, ഇപ്പോൾ സർക്കാർ സർവീസിലുള്ള അനസ്തേഷ്യൻ ഡോക്ടർമാർക്ക് സ്വകാര്യ ആശുപത്രിയിൽ വേണമെങ്കിലും പോയി അനസ്തേഷ്യ ജോലി ചെയ്യാമെന്നുള്ളതാണ് നിയമം. പക്ഷേ ഈ അസിസ്റ്റന്റുമാർക്ക്, അനസ്തേഷ്യ അസിസ്റ്റന്റുമാർക്ക്, ഗ്രേഡ് തസ്തികയിലുള്ളവർക്ക് അങ്ങനെ ഒരു കാരണവശാലും സ്വകാര്യ ആശുപത്രിയിലുള്ളവർക്ക് സർക്കാർ ആശുപത്രികളിലോ സർക്കാർ ആശുപത്രികളിലോ
രേഖകളുള്ളവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ വേണ്ടി കഴിയില്ല, അത് നിയമം അനുവദിക്കുന്നില്ല. അങ്ങനെ പുറത്തുനിന്ന് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഒരാളെ രഹസ്യമായി ഇതിനകത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഈ അനസ്തേഷ്യ വിഭാഗം ഡോക്ടർമാർ ബിനിൽ, പ്രിയ എന്ന് പറയുന്ന 2 ഡോക്ടർമാർ ശ്രമിച്ചു. ഗണേശ് എന്ന് പറയുന്ന സർജറി ഡോക്ടർ ഇത് തടഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇതിനുള്ളിൽ നിന്ന് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള കാരണം തന്നെ ഈ ഡോക്ടർമാർ തമ്മിലുള്ള ഈഗോ ക്ലാഷ്, നേരത്തെ തന്നെ ഇവർ തമ്മിൽ വിഷയമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ രോഗിയെയും ഈ ടേബിളിൽ കിടത്തിയതിനു ശേഷം അതിനു ചുറ്റും കൂടി നിന്ന് ഡോക്ടർമാർ തമ്മിൽ തല്ലുന്നു. തുടർന്ന് ഈ രോഗിക്ക് ഓപ്പറേഷൻ നടക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകേണ്ടുന്ന ഒരു അവസ്ഥ. അവർക്ക് കഴുത്തിൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് നമ്മൾ ഈ ആർഎംഒയോട് സംസാരിക്കുമ്പോൾ നാളെയത്തെയൊക്കെ അവസ്ഥ എന്താകും എന്നാണ് അദ്ദേഹം എന്തെങ്കിലും നമ്മളോട് പറയുന്നുണ്ടോ? ടെക്നീഷ്യൻ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമോ? ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതേക്കുറിച്ച് അദ്ദേഹം എന്താണ് നമ്മളോട് വ്യക്തമാക്കിയത് റിനു? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അധികൃതരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള മറുപടി അവർക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത്. അതാണ് ഈ ESI ആശുപത്രിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. പരിശോധിക്കാം, നടപടിയെടുക്കാം, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കാം എന്നുള്ള വാക്കുകൾ മാത്രമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അല്ലാതെ ഈ രോഗികൾക്ക് ഇനി എന്ന് സർജറി ചെയ്യാൻ കഴിയുമെന്ന് ഒന്നും ഒരു തീരുമാനവും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഈ രോഗികളോടും ഈ സർജൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ അതിലൊരു തീരുമാനം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അവർ ഞങ്ങളോട് അല്പസമയം കഴിഞ്ഞ ബുള്ളറ്റിനൊക്കെ തന്നെ അവർ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ദുഃഖത്തോടു കൂടി ഒരു രോഗിയുടെ ഭർത്താവ്, അവർ വളരെ അവശനായ നിലയിൽ അകത്താണ്, തൈറോയ്ഡ് രോഗം മൂർച്ഛിച്ച ഒരു അവസ്ഥയിൽ കൂടിയാണ്. അത് മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളത് ഈ സർജറി ചെയ്ത് അത് പാത്തോളജി ലാബിൽ പരിശോധിച്ചെങ്കിൽ മാത്രമേ സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയൂ. അങ്ങനെ മാസങ്ങളോളം കയറി ഇറങ്ങി ഒരു ഡേറ്റ് കിട്ടുന്നു. പല ഡേറ്റുകൾ കിട്ടി, അതിലൊന്നും തന്നെ സർജറി ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പല കാരണങ്ങൾ പറഞ്ഞ് അവർ മടക്കി അയക്കുന്ന ഒരു സാഹചര്യം. അതിനുശേഷം ഇന്ന് ഏറ്റവും ഒടുവിൽ ഡേറ്റ് നൽകുന്നു. അതിന് ഒരാഴ്ച മുമ്പേ വന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം. പണം മുടക്കി ഈ ആശുപത്രിക്ക് പുറത്ത് വിവിധ പരിശോധനകൾ നടത്തി അതിന്റെ റിസൾട്ടുകൾ കൊണ്ട് കാണിക്കുന്നു. അവസാനം സർജറി ഫിക്സ് ചെയ്യുന്നു. പക്ഷേ ഇന്ന് സർജറി ടേബിൾ നടന്നൊരു സംഭവം, അത് അതീവ ദുഃഖകരം തന്നെയാണ്. ഈ ഡോക്ടർമാർ തമ്മിലുള്ള ഒരു പടലപ്പിണക്കം, തമ്മിൽ തല്ല, ഇത് രോഗികൾക്ക് വലിയ ദുഃഖമുണ്ടാക്കി. ഇത് വലിയ വീഴ്ച തന്നെയാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന്, ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതിൽ യാതൊരുവിധ സംശയമില്ല. എന്തായാലും തൊഴിൽ വകുപ്പിന്റെ കീഴിലാണ് ഈ ആശുപത്രി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. തരത്തിലേക്കൊരു വിശദീകരണം ഇനി വരേണ്ടതുണ്ട്. ഏതായാലും ESI ആശുപത്രിയിൽ ഉണ്ടായ സംഭവമാണ്. പേരൂർക്കടയിൽ ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് ആ രോഗിയെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ശസ്ത്രക്രിയ നടക്കുമോ എന്നൊക്കെ ഒരു ആശങ്ക രോഗികൾക്കുണ്ട്. അതിൽ കൃത്യമായൊരു വിശദീകരണം, അവർക്കൊരു ഉറപ്പ് അധികൃതർ നൽകേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.